ഇനി ഈ ഗംഗാവലി പുഴ നിങ്ങൾക്കറിയുന്നത് പോലെ ഗംഗാവലി പുഴയിൽ മുങ്ങി അന്വേഷണം നടത്തുന്നത് ഇപ്പോഴത്തെ അവസ്ഥയിൽ ആത്മഹത്യാപരമാണ് എന്ന് വൈദഗ്ധ്യമുള്ള ആളുകൾ നമ്മളോട് ഇന്നലെ തന്നെ പറയുന്നുണ്ടായിരുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ ആഷ്മി നിൽക്കുന്നതിൻ്റെ നേരെ എതിർ ദിശയിൽ ഗംഗാവലി പുഴയ്ക്കരികിൽ നമ്മുടെ പ്രതിനിധി ഷബീദ് റാവുത്തർ നിൽക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ വളരെ ദൂരെയാണ് എങ്കിലും നമുക്ക് ഒരു ക്യാമറ സാന്നിധ്യം കൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് അവിടെ നടക്കുന്ന പണികളൊക്കെ കാണാമായിരുന്നു. പക്ഷെ എപ്പോഴാണെന്ന് അറിയില്ല, പോലീസ് വന്ന് അവിടെ നിന്ന് നമ്മൾ മാധ്യമപ്രവർത്തകരെ കാട്ടി പായിക്കുന്നത്. ഷബീദ് റാവുത്തർ തത്സമയം ചേരുന്നു. ഷബീദ്, ഗുഡ് മോർണിംഗ്. അവിടെ പ്രഭാതം ഒട്ടും സുഖകരമല്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഷബീദ്, അവിടെ നിൽക്കുമ്പോൾ എന്തൊക്കെയാണ് നമുക്ക് പ്രേക്ഷകരുമായി ഈ പ്രഭാതത്തിൽ പങ്കുവയ്ക്കാൻ കഴിയുന്ന കാര്യങ്ങൾ? ഗുഡ് മോർണിംഗ്. സൂചിപ്പിച്ചതുപോലെ തന്നെ 35 കിലോമീറ്ററാണ് നമ്മൾ ഈ പറയുന്ന ശിരൂരിലെ പ്രധാനപ്പെട്ട സ്ഥലത്ത് നിന്ന് നമ്മൾ കറങ്ങി വരേണ്ടത്. അത് ദൈർഘ്യം ഏറെയാണെങ്കിലും വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, പ്രത്യേകിച്ച് കനത്ത മഴയിൽ മരമൊക്കെ ഒടിഞ്ഞു വീണ നമുക്കത് വഴികൾ തടസ്സപ്പെട്ടു. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് ആ മൺകൂനയാണ്, അതായത് നദിക്കിപ്പുറത്തെ സ്ഥലം മൺകൂനയാണ്. ആ മൺകൂനയ്ക്കും തൊട്ടപ്പുറത്ത് കാണുന്ന റോഡ്, ആ റോഡിനുമിടയിൽ അർജുൻ്റെ ട്രക്കുണ്ട് എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഈ രക്ഷാദൗത്യ സംഘത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിലയിരുത്തൽ. ഇന്നലെ അവരുടെ ശാസ്ത്രീയ പരിശോധനാ ഫലത്തിലടക്കം അതേ രീതിയിൽ തന്നെ ഉറപ്പിക്കുന്നുണ്ട്. നമുക്കിനി ഇതൊന്ന് വിവരിക്കാം എസ്കേൻ. അതായത് ഇപ്പോൾ ഈ കാണുന്ന ദൃശ്യം നമുക്ക് ആ ഡ്രോൺ സ്റ്റേഷൻ കാണാം. പക്ഷേ ഡ്രോൺ സ്റ്റേഷനിലേക്ക് ഇപ്പോൾ ഡൽഹിയിലേക്ക് പോയിട്ടുണ്ട്. ഈ ഓപ്പറേഷൻ ലീഡ് ചെയ്യുന്നത് നടത്തുന്നില്ല. ഇന്നലെ കാലാവസ്ഥ പ്രതികൂലമായ സാഹചര്യത്തിൽ ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ രാത്രി ഏതാണ്ട് ഒരു 7:30 8 മണിയോടുകൂടി ഏതാണ്ട് എല്ലാ തരത്തിലുള്ള പ്രവർത്തനം 8 മണി 9 മണിയോടെ കാലാവസ്ഥ പ്രതികൂലമായ സാഹചര്യത്തിൽ ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ രാത്രി ഏതാണ്ട് ഒരു 7:30 8 മണിയോടുകൂടി ഏതാണ്ട് എല്ലാ തരത്തിലുള്ള പ്രവർത്തനം 8 മണി 9 മണിയോടെ എല്ലാ പ്രവർത്തികളും അവസാനിപ്പിച്ചിരുന്നു. ഇനി നമുക്ക് പതുക്കെ ആ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ ഇതാണ് നമുക്ക് ഈ തൊട്ട് കാണുന്ന ഭാഗത്തു നിന്നാണ് കുന്നിങ്ങനെ ഇടിഞ്ഞ ഹഷ്മി സൂചിപ്പിച്ച ചായക്കടയൊക്കെ കടന്ന് ആ മണ്ണ്, കൂറ്റൻ മൺകൂന ഇങ്ങനെ പുഴയിലേക്ക് വീണത്. അവിടെ ഇപ്പോൾ ഈ പോലീസ് റോന്തു ചുറ്റുന്നുണ്ട്. പോലീസിന്റെ വാഹനം നമുക്ക് കാണാം. ആ സ്ഥലത്തേക്ക് നമുക്കിപ്പോൾ ഈ കാണുന്ന ദൃശ്യമുള്ള സ്ഥലത്തേക്ക് നമുക്കിപ്പോൾ പ്രവേശനമില്ല. ഒരുപക്ഷെ ഇന്ന് കർണാടക പോലീസിന്റെ കർശന വിലക്ക് ഈ ഭാഗത്തുണ്ടാകും എന്നുള്ള സൂചനകൾ പുറത്തു വരുന്നു. ഇനിയും നമ്മൾ കുറച്ചുകൂടി ഈ ക്യാമറ ഒന്ന് പാൻ ചെയ്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് നീളൻ കൈകളുള്ള സ്കാനി എക്സ്കവേറ്ററുകൾ കാണാം. ഇതാണ് നമ്മളുടെ ഏക പ്രതീക്ഷ എന്ന് നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു. പക്ഷേ അടുത്ത ഘട്ടത്തിൽ ഇനി എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളതിന് ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. അത് ഈ സ്ക്യൂബ ഡൈവിംഗ് ടീം എങ്ങനെയെങ്കിലും ഈ പുഴയുടെ അടിത്തട്ടിൽ ഇറങ്ങാൻ കഴിയണം. എസ്കേൻ, ഞാൻ ഒരു കാര്യം കൂടി നമ്മുടെ പ്രേക്ഷകരെ കാണിക്കാം. അതായത് എസ്കേൻ, ഞാനിപ്പോൾ ഈ നിൽക്കുന്ന ഈ പ്രദേശത്ത് നമ്മുടെ ഈ നദിയുടെ ഒഴുക്ക്, അത് ഈ തീരമടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കുവാണെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കും. ഏതാണ്ട് 6 നോട്ട് നിലവിലുണ്ട്. അത് 3 നോട്ടായി ചുരുങ്ങിയാൽ മാത്രമാണ്, ഈ അണ്ടർ കറൻസിന് 3 നോട്ടായി ചുരുങ്ങിയാൽ മാത്രമാണ് സ്ക്യൂബ സംഘത്തിന്, നേവി സംഘത്തിന് ഇവിടേക്ക് ഇറങ്ങി ഒന്ന് നിലയുറപ്പിക്കാനെങ്കിലും കഴിയും. ഇന്നലെ നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടത് അവരുടെ ഒരു പ്രാഥമിക പരിശോധന മാത്രമാണ്. അവർ ഡൈവ് ചെയ്യാനുള്ള സജ്ജരായി വന്നതല്ല. അവർക്ക് ഡൈവ് ചെയ്യാൻ ഒരു തരത്തിലുള്ള സാഹചര്യവുമില്ല. അത്രത്തോളം അണ്ടർ കറൻസ്, അടിയൊഴുക്കുണ്ട് ഈ പുഴയിൽ എന്നുള്ളത് നമ്മൾ ഇവിടെ നിന്ന് നേരിട്ട് കാണുന്നു. അതിനുമപ്പുറത്തേക്ക് നമുക്ക് ഇത് പരിശോധിക്കുമ്പോൾ ശാസ്ത്രീയമായി പോലും വിവരം ലഭിക്കുന്നുണ്ട്. ഏതായാലും മറുകരയിൽ അതാ സൈന്യ സംഘം അവർ വാഹനത്തിൽ നിന്ന് പതുക്കെ ഇറങ്ങി തുടങ്ങുന്നുണ്ട്. ഇന്നത്തെ രക്ഷാപ്രവർത്തനം അല്ലെങ്കിൽ ഇന്നത്തെ തെരച്ചിൽ അത് ഏത് രീതിയിലാണ് എന്നുള്ളതിൻ്റെ ഐഡിയ ഇതുവരെയും ജില്ലാ ഭരണകൂടമോ റെസ്ക്യൂ ടീമോ നടത്തിയിട്ടില്ല. നമ്മളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ ഡ്രോണാണ്, ആ ഡ്രോൺ പരിശോധനയാണ്. നേരത്തെ ഇന്ദ്രബാലൻ സാർ കഴിഞ്ഞ ദിവസം പറഞ്ഞത് 4 സ്പോട്ടുകൾ ഐഡന്റിഫൈ ചെയ്തു. മെറ്റാലിക് പ്രസൻസ് ഉള്ള, ലോഹ സാന്നിധ്യമുള്ള 4 സ്പോട്ടുകൾ ഐഡന്റിഫൈ ചെയ്തതിൽ 2 സ്പോട്ടുകൾ ഇനിയും വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതായിട്ടുണ്ട്. 3ാമത്തെ സ്പോട്ടിൽ നമുക്ക് ഒരു പ്രതീക്ഷയോളം, അതായത് ക്യാബിൻ പ്രതീക്ഷയുണ്ട് എന്നൊരു സൂചന നൽകി. പക്ഷെ അത് സ്ഥിരീകരിച്ചിട്ടില്ല. മറ്റ് 2 സ്പോട്ടുകളിലും ഈ മനുഷ്യന്റെ ബോഡി ഹീറ്റ് അത് ഐഡന്റിഫൈ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ആ രീതിയിൽ പരിശോധനകൾ തുടരുന്നു. പക്ഷേ ഇന്നും സമാനമായ രീതിയിൽ മഴ അത് ഇന്ന് രാവിലെ തന്നെ ഉണ്ട്. ഇന്നലെ രാവിലെ മഴ ഉണ്ടായിരുന്നില്ല, പക്ഷേ ഇന്ന് രാവിലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഈ ശിരൂർ മേഖലയിൽ മഴയുണ്ട്. ഇപ്പോൾ തന്നെ ഈ കൂറ്റൻ മലനിരകൾക്ക് മുകളിൽ കാറ്റ് പിടിച്ചിട്ടുണ്ട്. മേഘങ്ങൾ കറുത്തുമൂടി ഇരുണ്ടുകൂടിയിട്ടുണ്ട്. അപ്പോൾ ഏത് നിമിഷവും വീണ്ടും മഴ പെയ്യാം. മഴ പെയ്താൽ ഇവിടെ നിലയുറപ്പിക്കുക രക്ഷാദൗത്യ സംഘത്തെ സംബന്ധിച്ച് തന്നെ ദുഷ്കരമായ ഒരു കാര്യമായി മാറും. ഇപ്പോൾ ആ ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നത് അതാണ്. അതൊന്നുകൂടി ക്ലോസായി പോയി കഴിഞ്ഞാൽ പതുക്കെ സൈന്യാംഗങ്ങൾ, അതായത് ഇതിൻ്റെ മേജർ ടീമുകൾ അവർ ഇറങ്ങുകയാണ് വാഹനത്തിൽ നിന്ന്. എന്താണ് ഇനി ചെയ്യാൻ കഴിയുന്നത്? ആ ഡ്രോൺ സ്റ്റേഷനിൽ ഡ്രോൺ എത്തിച്ചുകൊണ്ടുള്ള പരിശോധന അതടക്കമുള്ള കാര്യങ്ങൾ ഇനി നടത്തണം. ആ പരിശോധനയായിരിക്കും ആദ്യഘട്ടത്തിൽ നടത്തുക. ശേഷം 10 മണിയോടുകൂടി ഒരു യോഗം ചേരും. അതിൽ ഈ കാർവാർ SP, കാർവാർ MLA, മഞ്ചേശ്വരം MLA ഉൾപ്പെടെയുള്ള ആളുകൾ പങ്കെടുക്കും. തുടർ രക്ഷാപ്രവർത്തനം എങ്ങനെ എന്നുള്ള കാര്യം ആ യോഗത്തിൽ തീരുമാനിക്കും. ഏതായാലും സാഹചര്യങ്ങൾ എല്ലാം വിലങ്ങുതടിയാവുകയാണ്.
ഈ മന്ത്രി, അതായത് ഈ കേരളത്തിൽ നിന്നുള്ള മന്ത്രിമാരുടെ സംഘം കർണാടകയിലേക്ക് എത്തും എന്നുള്ള വിവരം വരുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് കർണാടകയിൽ നിന്നുള്ള ചില മന്ത്രിമാർ ഇന്ന് ഈ ഭാഗത്തേക്ക് വരും എന്നുള്ള സൂചന കൂടി ലഭിക്കുന്നുണ്ട്. കാരണം കർണാടക സർക്കാരിനെ സംബന്ധിച്ച് വലിയ തരത്തിൽ ഇപ്പോൾ നമുക്ക് SK ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ആ ദൗത്യ സംഘമാണ്. ആ ദൗത്യ സംഘം അതിൽ ഈ ഡ്രോൺ സംഘത്തിലെ ഇന്ദ്രപാലൻ സാറിന്റെ ഡ്രോൺ സംഘത്തിലെ ഒരാൾ കൂടിയുണ്ട്. അവരൊരുപക്ഷെ രാവിലെ എത്തി സാഹചര്യങ്ങൾ വിലയിരുത്തുകയായിരിക്കും. അവർ ഇനി ആ കരയിൽ നിന്നും തൊട്ടിപ്പുറത്തെ മൺകൂനയിലേക്ക് ഡിങ്കി ബോട്ടുകളിലേക്ക് എത്തും. അവിടെ നിന്നുകൊണ്ടാണ് അവർ ഈ ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ട് പരിശോധന നടത്തുക. അതൊരു ശാസ്ത്രീയ പരിശോധനയാണ്. മാത്രമല്ല ഇന്നലെ നമ്മൾ ആ സംഘത്തോട് സംസാരിച്ചിരുന്നു. അവരെ സംബന്ധിച്ച ആ 2 സ്പോട്ടുകളിൽ അവർ പ്രധാനമായും പ്രതീക്ഷ വയ്ക്കുന്നുണ്ട്. ആ 2 സ്പോട്ടുകളിലും ഈ തെർമൽ സ്കാനിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തുക. അതായത് ബോഡി ഹീറ്റ്, മനുഷ്യന്റെ ബോഡി ഹീറ്റ് ഉണ്ടോ എന്നുള്ള സാഹചര്യം പരിശോധിക്കണം. ഇന്നലെ അത് പരിശോധിക്കാൻ കഴിയാഞ്ഞത് അവർക്ക് ഈ ഊഷ്മാവ് കൂടുതൽ, ചൂടുള്ള ഊഷ്മാവ് കൂടിയത് കൊണ്ടാണ്. പക്ഷേ ഇന്നൊരു കൂളർ സാഹചര്യത്തിൽ, കൂളർ അറ്റ്മോസ്ഫിയറിൽ അത് നടത്തും. ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാർ ഉപയോഗിച്ചുകൊണ്ട് 22 മുതൽ 25 മീറ്റർ, എക്സാക്ട്ലി പറഞ്ഞാൽ 22 മുതൽ 25 മീറ്റർ വരെ താഴേക്ക് പരിശോധന നടത്താൻ കഴിയുന്ന സംവിധാനമാണ് ഈ ഡ്രോൺ. അപ്പോൾ ആ സാഹചര്യത്തിൽ അവർ പ്രധാനമായും ഇന്ന് ലക്ഷ്യം വെക്കുക ഇന്നലെ അവശേഷിച്ചിരുന്ന 2 സ്പോട്ടിലും തെർമൽ സ്കാനിംഗ് നടത്തണം. റേഡിയൽ, അതായത് കാര്യമായിട്ടുള്ള ശക്തമായിട്ടുള്ള റേഡിയോ ട്രാൻസ്മിഷൻ സിഗ്നലുകൾ റിസീവ് ചെയ്യാൻ കഴിയുന്ന തരത്തിലേക്കുള്ള അത് കടത്തിവിട്ടുകൊണ്ട് അത് റിസീവ് ചെയ്തുകൊണ്ട് അവിടെ പരിശോധന നടത്തണം. ഏതായാലും ആ രീതിയിലുള്ള പരിശോധനാ നടപടികൾ തുടരുന്നു. നമ്മളെ സംബന്ധിച്ച് ഒരു പക്ഷേ നമുക്ക് ഈ ദൃശ്യങ്ങൾ ഇപ്പോൾ മാത്രമായിരിക്കും ഉറപ്പിക്കാൻ കഴിയുക. തൊട്ടടുത്ത മിനിറ്റിൽ തന്നെ പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തും. ഇവിടെ നിന്ന് നമ്മളോട് മാറാൻ പറയും. അവരുടെ സുരക്ഷ അടക്കമുള്ള കാര്യങ്ങളും ഡ്രോൺ പരിശോധനയുടെ സീക്രസിയും പരിഗണിച്ചുകൊണ്ട് നമ്മൾ ഉറപ്പായും മാറും, മറ്റൊരു സ്ഥലത്തേക്ക് മാറും. പക്ഷേ ഈ ദൃശ്യങ്ങൾ അത് നമ്മൾ ഈ മേഖലയെ എത്രമാത്രം ദുഷ്കരമാണ് രക്ഷാപ്രവർത്തനം എന്നുള്ള കാര്യം മാത്രം നോട്ട് ചെയ്യാൻ വേണ്ടി മാത്രം ഉറപ്പിക്കുകയാണ് സ്കാൻ. ഇനി ഒരു പക്ഷേ നമുക്ക് ഈ ഭാഗത്തേക്ക് പ്രവേശനം ഉണ്ടാകില്ല. ഏതായാലും നിലവിൽ തിരച്ചിൽ ആരംഭിച്ചിട്ടില്ല. ശിരൂരിൽ നമ്മുടെ പ്രിയപ്പെട്ട അർജുനെ കണ്ടെത്താനായിട്ടുള്ള എന്ത് സംഭവിച്ചു എന്ന് കണ്ടെത്താൻ ഒരു സ്ഥിരീകരണം ഔദ്യോഗികമായി നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ആ സ്ഥിരീകരണത്തിന് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ ഈ ഭാഗത്തേക്ക് തുടങ്ങിയിട്ടില്ല. ഗംഗാവലി പുഴ കുത്തി ഒഴുകുകയാണ്. അത് വിസിബിലിറ്റി ഇഷ്യൂ അടക്കമുള്ള കാര്യങ്ങൾ സ്ക്യൂബ സംഘത്തിനകത്ത് തിരിച്ചടിയാകും. കാരണം സ്കാൻ ഇന്നലെ രാത്രിയൊക്കെ ഈ നദിക്ക് മുകൾ ഭാഗത്തെ വനമേഖലയിൽ ചെറിയ രീതിയിലുള്ള ഉരുൾപൊട്ടൽ, അതേപോലെ തന്നെ മഴയുണ്ടായിരുന്നു. അപ്പോൾ വീണ്ടും ഇതേ രീതിയിൽ ചെളിവെള്ളം ഇങ്ങനെ കുത്തി ഒലിച്ചു പോവുകയാണ്. അടിത്തട്ടിൽ മാത്രമല്ല മുകളിലെ ഒഴുക്ക് തന്നെ നമ്മൾ കണ്ടതാണ്. അത് ഇങ്ങനെ എടുത്തുകൊണ്ട് പോവുകയാണ്. ഇന്നലെ ഡിങ്കി ബോട്ടിനെ സംബന്ധിച്ച് അവർക്കൊരു അധിക സംവിധാനം എന്ന നിലയിൽ സ്റ്റിങ്കിങ് നടത്തണം. പക്ഷേ ആ സ്റ്റിങ്കിങ്ങിനുള്ള സാഹചര്യം പോലും ഇന്നലെ ഉണ്ടായിരുന്നില്ല. അതായത് സാധാരണഗതിയിൽ സ്കാൻ ഈ സ്ക്യൂബ സംഘം അവരുടെ റെസ്ക്യൂ ഓപ്പറേഷൻ, അവരുടെ ഡൈവിംഗ് ഓപ്പറേഷൻ നടത്തുന്നത് ഈ ഡിങ്കി ബോട്ടുകളിൽ പലതരത്തിലുള്ള സംഘങ്ങളായി പുഴയുടെ മുകളിലേക്ക് വരും. ശേഷം ഈ ഡിങ്കി ബോട്ടിന്റെ എഞ്ചിൻ ഓഫ് ചെയ്യും. തുടർന്ന് ഈ ഓക്സിജൻ മാസ്ക് ഒക്കെ വെച്ച് ഡീപ് ഡൈവ് ചെയ്യും താഴേക്ക്. മുകളിൽ ഒരാളിരുന്ന് ഇത് ഓപ്പറേറ്റ് ചെയ്യും. ഇതാണ് ഇതിന്റെ ഒരു കമാൻഡിങ് അല്ലെങ്കിൽ ഇവരുടെ ഒരു ഓപ്പറേഷൻ പോയിന്റ് എന്ന് പറയുന്നത്, ഓപ്പറേഷൻ രീതി എന്ന് പറയുന്നത്. പക്ഷേ ഇന്നലെ ഇവിടുത്തെ ഒരു സാഹചര്യം പരിശോധിക്കുകയാണെങ്കിൽ ഈ പുഴയിൽ ഡിങ്കി ബോട്ടിന് വന്ന് എത്തി നിൽക്കാനോ അതല്ലെങ്കിൽ അവർക്ക് വന്ന് ഇതിനകത്ത് നിൽക്കാനോ ഒന്നും കഴിയില്ല. അതിനപ്പുറത്തേക്ക് അധിക ഭാരം ഇട്ടുകൊണ്ട് സ്റ്റിങ്കിങ് നടത്താനുള്ള ഒരു കാര്യം കൂടി ഇതുമായി ബന്ധപ്പെട്ട് നടത്താൻ കഴിയില്ല. അത്രത്തോളം അടിയൊഴുക്കാണ്. ഏതായാലും ഇന്നത്തെ തിരച്ചിൽ അല്പസമയത്തിനുള്ളിൽ ആരംഭിക്കും. അവരിപ്പോൾ നിലവിലത്തെ സാഹചര്യം ഈ റെസ്ക്യൂ സംഘം നോക്കുകയാണ്. ഉടൻ തന്നെ ഉദ്യോഗസ്ഥരടക്കമുള്ള ആളുകൾ ഇവിടേക്ക് എത്തിയ ശേഷമായിരിക്കും ഇതുമായി ബന്ധപ്പെട്ടുള്ള തെരച്ചിൽ ആരംഭിക്കുക. ഏതായാലും തടസ്സങ്ങൾ നിരവധിയാണ്, പ്രതിസന്ധി നിരവധിയാണ്. ഈ പ്രതിസന്ധികളൊക്കെ അപ്പാടെ തരണം ചെയ്ത് വേണം അർജുൻ എവിടെ, അർജുന്റെ ട്രക്ക് എക്സാക്ട്ലി ഏത് പൊസിഷനിലുണ്ട് എന്നുള്ള കാര്യം കണ്ടെത്താൻ. SK. ഓക്കെ, താങ്ക് യു. ഷെഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത്.